ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ 7 വിക്കറ്റിനാണ് ഇന്ത്യൻ ജയം. 128 റൺസ് വിജയലക്ഷ്യം. 15.5 ഓവറിൽ ഇന്ത്യ മറികടന്നു. നായകൻ സൂര്യകുമാർ യാദവിന് 47 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. തിലക് വർമ്മയും അഭിഷേക് ശർമ്മയും 31 റൺസ് വീതം എടുത്തു. നേരത്തെ 3 വിക്കറ്റ് വീഴ്ത്തിയ കുൽദീപ് യാദവിന്റെയും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്സർ പട്ടേൽ, ജസ്പ്രീത് ബുംറ എന്നിവരുടെയും മികവിലാണ് പാകിസ്ഥാനെ ഇന്ത്യ 127 ഒതുക്കിയത്. വിവരങ്ങളുമായി മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, വിവരങ്ങൾ. ജയം പാകിസ്ഥാനെ 7 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരിക്കുന്നു. 15.5 ഓവർ, അതായത് 25 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ 127 റൺസ്. ഈ 127 റൺസ് എന്ന ഇന്ത്യയുടെ ലക്ഷ്യം അനായാസം ഇന്ത്യ മറികടന്നിരിക്കുന്നു. പറഞ്ഞതുപോലെ അഭിഷേക് ശർമ്മ 31 റൺസ്, ഒപ്പം തിലക് വർമ്മ 31 റൺസ്. അതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഇന്നിംഗ്സ് ആണ്. 47 റൺസ്. അദ്ദേഹം കേവലം 37 പന്തിൽ 5 ബൗണ്ടറികൾ, ഒരു പടുകൂറ്റൻ സിക്സർ. അവസാന സിക്സർ അടിച്ചാണ് സൂര്യകുമാർ ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. 47 റൺസുമായി തിളങ്ങുന്ന ഒരു താരമായി സൂര്യകുമാർ യാദവ് മാറുകയാണ്. 47 റൺസുമായി നായകൻ പുറത്താകാതെ നിന്നു. അനായാസ ജയം ഇന്ത്യക്ക് പാകിസ്ഥാനെതിരെ. അതോടെ ഏഷ്യ കപ്പിന്റെ സൂപ്പർ 4ലേക്ക് ഇന്ത്യ കാലെടുത്ത് വെക്കുകയാണ്. സൂപ്പർ 4-നരികെ എന്ന് നമുക്ക് പറയാം. ഇനിയുള്ള 1-2 മത്സരങ്ങൾ കഴിയാനുണ്ട് ഗ്രൂപ്പിൽ. പക്ഷേ ഇന്ത്യ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് സൂപ്പർ 4. അതായത് പാകിസ്ഥാനെയും ഇന്ത്യ അനായാസം കീഴ്പ്പെടുത്തി. എങ്ങനെയാണോ UAE കീഴ്പ്പെടുത്തിയത് അതുപോലെ തന്നെ എന്നൊക്കെ പറയാവുന്ന, സമാനമായ എന്ന രീതിയിലൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ജയം തന്നെയാണ്. തീർത്തും അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു ജയം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. തുടക്കത്തിൽ നേരത്തെ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു ഇന്ത്യൻ ബൗളർമാർ. ആദ്യ ഓവറിൽ തന്നെ പാകിസ്ഥാന് ആദ്യ പ്രഹരം ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ ജസ്പ്രീത് ബുംറയുടെ കൈകളിലേക്ക് സയീം അയൂബിനെ എത്തിച്ചാണ് ഇന്ത്യൻ ബൗളർമാർ പാക് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. സയീം അയൂബ്, നമുക്കറിയാം, ജസ്പ്രീത് ബുംറയെ ഒരു ഓവറിൽ 6 സിക്സർ അടിക്കാൻ കെൽപ്പുള്ള താരമാണ് എന്ന് പാകിസ്ഥാന്റെ മുൻ താരങ്ങളൊക്കെ പറഞ്ഞ ഒരു പ്ലെയറാണ് സയീം അയൂബ്. അതേ സയീം അയൂബിനെ ജസ്പ്രീത് ബുംറയുടെ കൈകളിലേക്ക് തന്നെ എത്തിച്ച് ഹാർദിക് പാണ്ഡ്യയാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിടുന്നത്. പിന്നാലെ പാകിസ്ഥാന്റെ ചെറിയൊരു ചെറുത്തുനിൽപ്പ് എന്ന് പറയാവുന്നത് അവിടെ ഷഹീബ്സാദ ഫർസാനും ഒപ്പം ഫക്കർ സമാനും, രണ്ടുപേരും ഫർഹാൻ 40 റൺസും ഒപ്പം ഫക്കർ സമാൻ, അദ്ദേഹം എക്സ്പീരിയൻസ് പ്ലെയർ ആണ്, 17 റൺസും എടുത്തു. ഒന്ന് പൊരുതി നോക്കി, പക്ഷെ അവിടെയും നിന്നില്ല. അക്സർ പട്ടേലും കുൽദീപ് യാദവും തകർത്തെറിഞ്ഞു. പ്രത്യേകിച്ച് കുൽദീപ് യാദവിന്റെ സ്പിൻ ബോളിംഗ് കഴിഞ്ഞ മത്സരത്തിലേതിന് സമാനമായ രീതിയിൽ അദ്ദേഹത്തിന്റെ ബോളിംഗ് കണ്ടു. ഒരു വേള പാകിസ്ഥാൻ 100 കടക്കില്ല എന്ന് കരുതിയിരുന്ന സമയത്താണ് അവിടെ ഷഹീൻ ഷാ അഫ്രീഡി പാകിസ്ഥാന് വേണ്ടി കുറെ റൺസ് അടിച്ചു കൂട്ടുന്നത്. 16 പന്തിൽ 33. അങ്ങനെയാണ് 100 എന്ന് പറയുന്ന സ്കോറിലേക്ക് പാകിസ്ഥാൻ എത്തുന്നത്, 3 അക്കത്തിലേക്ക് എത്തിയത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. തുടക്കം മുതൽ ഇന്ത്യൻ ബാറ്റർമാർ, പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് എടുത്തു പറയുന്നത്, നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ 31 റൺസ് എന്ന് പറയുന്നത് കേവലം 13 പന്തിൽ നിന്നാണ് അഭിഷേക് ശർമ്മ എടുത്തത്. 2 സിക്സറുകൾ, 4 ബൗണ്ടറികൾ അഭിഷേക് ശർമ്മയുടെ അക്കൗണ്ടിലുണ്ട്. നായകൻ സൂര്യകുമാർ യാദവ് 47, ഉപനായകൻ ശുഭ്മാൻ ഗിൽ 10 റൺ നേടി. അവസാനം ശിവം ദൂബെ 7 പന്തിൽ 10 റൺസ്. ശിവം ദൂബെ ഇറങ്ങി ഒരു പടുകൂറ്റൻ സിക്സർ. 90 മീറ്റർ അകലെ ലോങ് ഓണിലേക്ക് ഒരു പടുകൂറ്റൻ സിക്സറും ശിവം ദൂബെയുടെ ബാറ്റിൽ നിന്ന് വന്നു. ജയത്തിനിടയിലും നമ്മൾ സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിനായി നമ്മൾ കാത്തിരുന്നിരുന്നു. ശിവം ദൂബെ ആണ് പക്ഷേ 5ാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയത്. സഞ്ജു ഇറങ്ങിയില്ല. സഞ്ജുവിന് പകരം ഒരു പക്ഷേ ബാറ്റിംഗ് ഓർഡറിൽ ഒരു ചെറിയ മാറ്റം എന്നൊക്കെ രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സഞ്ജു തിലക് വർമ്മയ്ക്ക് ശേഷം അല്ലെങ്കിൽ തൊട്ട് താഴെയായി ഇറങ്ങുമെന്നായിരുന്നു. അത് കണ്ടില്ല. പക്ഷേ ശിവം ദൂബെ എത്തി അടിച്ച് ജയിപ്പിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യ അനായാസം പാകിസ്ഥാനെ മറികടന്നിരിക്കുന്നു. ഏഷ്യ കപ്പിന്റെ സൂപ്പർ 4ലേക്കുള്ള വാതിൽ തുറന്നിരിക്കുന്നു. ധന്യ. മറ്റത് അവരുടെ ഫാസ്റ്റ് ബൗളിംഗ് നമുക്കറിയാം. 4 സൂപ്പർ സ്പിന്നർമാരെ അവർ ഇറക്കിയിരുന്നു. എന്നാലും UAE ഒരു പ്രത്യേക സാഹചര്യമൊക്കെ ആയിരിക്കുമോ അതിൽ വലിയ മികച്ചു നിൽക്കാൻ സാധിക്കാതെ പോയത് പാകിസ്ഥാന്റെ അതായത് ഇന്ത്യയുടെ 3 വിക്കറ്റുകളും അത് സയീം അയൂബിന്റെ വിക്കറ്റുകളാണ്. അദ്ദേഹം പാകിസ്ഥാന്റെ യുവ സ്പിന്നർമാരിൽ ഒരാളാണ്. അവരുടെ ഓപ്പണിംഗ് ബാറ്ററാണ്, ഒരു ഓൾറൗണ്ടറാണ്. സയീം അയൂബാണ് അഭിഷേക് ശർമ്മയെ പുറത്താക്കിയത്. ഫഹീം അഷ്റഫിന്റെ കൈകളിലേക്ക് അഭിഷേക് ശർമ്മയെ എത്തിച്ചു. ശുഭ്മാൻ ഗില്ലിനെ മുഹമ്മദ് ഹാരിസ്, വിക്കറ്റ് കീപ്പർ, അദ്ദേഹം സ്റ്റംപ് ചെയ്ത് പുറത്താക്കിയായിരുന്നു. അതും സയീം അയൂബിന്റെ പന്തിലാണ്. തിലക് വർമ്മ ക്ലീൻ ബോൾഡ്, അതും സയീം അയൂബിന്റെ ബോളാണ്. മറ്റ് ബൗളർമാർക്കൊന്നും
യാതൊരു തരത്തിലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പാകിസ്ഥാന്റെ അവരുടെ തുരുപ്പ് ചീട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവർ അവതരിപ്പിച്ച ഒരു ബൗളറാണ് ഷഹീൻ ഷാ അഫ്രീഡി. 2 ഓവറിൽ 23 റൺസാണ് ഷഹീൻ ഷാ അഫ്രീഡി വഴങ്ങിയത്. സയ്യിം അയ്യൂബ് 4 ഓവറിൽ 35 റൺസിന് 3 വിക്കറ്റ് നേടി. അബ്രാർ അഹമ്മദ് 4 ഓവറിൽ 16. താരതമ്യേന റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്ക് കാണിച്ചു. മുഹമ്മദ് നവാസ് 3 ഓവറിൽ 27 റൺസ് വഴങ്ങിയപ്പോൾ സുഫിയാൻ മക്കിയും 2.5 ഓവറിൽ 29 റൺസ് 10.23 എന്ന് പറയുന്ന ഇക്കോണമി റേറ്റിലാണ് അദ്ദേഹത്തിനും ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്ന് കണക്കിന് കിട്ടിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ പാകിസ്ഥാനെ ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തിയതുപോലെ പാകിസ്ഥാന്റെ സ്പിൻ ബൗളിങ്ങിന് മുന്നിൽ ഇന്ത്യക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരിക്കേൽക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരു പരിക്കുമില്ല എന്നത് മാത്രമല്ല, ഏതാണ്ട് 25 പന്തുകൾ അവശേഷിക്കുകയാണ് ഇന്ത്യ ഈ സ്കോർ വളരെ പെട്ടെന്ന് തന്നെ അടിച്ചെടുത്തിരിക്കുന്നത്. 127 എന്ന് പറയുന്നത് ഒരു വലിയ സ്കോർ അല്ല, എന്നാൽ പോലും കരുതലോടെയാണ് ഇന്ത്യ കളിച്ചത്. വേണമായിരുന്നെങ്കിൽ കുറെ കൂടി കൂറ്റനടികൾ കൊണ്ട് വളരെ അതിവേഗം ഇതിൽ കുറഞ്ഞ ഓവറുകളൊക്കെ ജയം ഏറ്റെടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും മുതിർന്നില്ല. വളരെ പക്വതയോടുകൂടി തന്നെ കൂടുതൽ വിക്കറ്റുകൾ വീഴാതെ ജയം സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയായിരുന്നു സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും പോക്ക്. അത് കൃത്യമായി വന്നു, പാകിസ്ഥാനെ തകർത്തു. ഇപ്പോൾ ഈ കണക്കിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് 19 മത്സരങ്ങളായിരുന്നു ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ. ഏഷ്യ കപ്പിൽ ഇപ്പോൾ 20 ആയിരിക്കുന്നു. 20 മത്സരങ്ങളിൽ 11 തവണ ഇന്ത്യൻ ജയം, 6 തവണ മാത്രമാണ് പാകിസ്ഥാന് ജയിക്കാനായത്. അപ്പോൾ ജയത്തിൽ പോലും ഇരട്ടിയോളം കണക്കിൽ ഇന്ത്യ വരികയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി ഏഷ്യ കപ്പിൽ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് കൂടുതൽ അനായാസമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം 2 മത്സരത്തിലെയും വളരെ തീർത്തും ആധിപത്യത്തോടു കൂടിയുള്ള ജയമാണ് ഇന്ത്യയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്കും വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്.